ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഇന്ന് സെപ്റ്റംബർ 18 ലോക മുള ദിനം. എൻ്റെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് മുളകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് ഈറ്റ വർഗത്തിലുള്ള ഒരു മുളയാണ്. ഒക്ലാൻഡ്രോ ട്രാവൻകൂറിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. പരമ്പരാഗത തൊഴിലാളികൾ നെയ്ത്തിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ആസ്പർ ഇനത്തിൽപ്പെട്ട സ്വീറ്റ് ബാംബു എന്നാണ് ഇതിൻ്റെ പേര്. അത്തരത്തിലുള്ള ഒരു മുളയാണ് കേട്ടോ അത്. ഇതാണ് പെന്നോട. ഇത് സാധാരണ ഇത്രയും വണ്ണം വയ്ക്കാറില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല. സ്ഥലത്തിൻ്റെ മാറ്റം കൊണ്ടാണോ ഇനി ഇനം മാറിപ്പോയതാണോ എന്നറിയില്ല. ഈ ഭാഗത്ത് കുറച്ചധികം വണ്ണം വയ്ക്കുന്നുണ്ട്. ഇത് ഒലിവേരി എന്ന തോട്ടിമുളയാണ്. ഇത് അധികം വണ്ണം വയ്ക്കാറില്ല, പക്ഷേ നല്ല നീളത്തിൽ വളരും. കനം കുറവായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതും ഒരുതരം തോട്ടിമുള തന്നെയാണ്. കച്ചാറൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അധികം വണ്ണം വയ്ക്കാറില്ല. ഇത് മലയോടെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ തമ്മിൽ നല്ല അകലം ഉണ്ടാവും. ഒരാളുടെ ഹൈറ്റിനോളം ഇതിൻ്റെ കമ്പുകൾക്ക് അകലം വരുന്നതാണ് പറയപ്പെടുന്നത്. ബാൽക്കോവ അഥവാ ആസാം ബാമ്പു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാധാരണ മുള്ളുള്ള മുളയോട് സാദൃശ്യം ഉണ്ടെങ്കിലും ഇതിന് മുള്ളില്ല. ഇതുവരെ കാണിച്ച ഏത് മുളയ്ക്കും മുള്ളുകളില്ല. ബാംബൂസ ബാംബൂസ് എന്നറിയപ്പെടുന്ന നമ്മുടെ നാടൻ മുളകളാണിതെല്ലാം. ഏറ്റവും കൂടുതൽ ബലമുള്ള മുളകളാണ്. ഇതാണ് മുളയരി. ഇതിൻ്റെ അവസാന കാലത്ത് ഇതുപോലുള്ള മുളയരികൾ ധാരാളം ഉണ്ടാവും. മുളയരി പൂത്ത് കായ്ച്ചു കഴിയുമ്പോഴേക്കും ഈ മുളകൾ പൂർണ്ണമായി ഉണങ്ങും. ഈ മുളകളൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലെ വീട്ടിൽ വേലി കെട്ടാൻ വരുന്ന ചക്കരച്ചാമി അച്ഛനെയും കുടുംബത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവർ വന്നാൽ വീട്ടിലൊരു ആഘോഷം തന്നെയാണ്. പാട്ടും ബഹളവും ഒക്കെയായി വൈകുന്നേരം ആവുന്നത് പോലും അറിയില്ല. അതൊക്കെ ഒരു നല്ല രസമായിരുന്നു. ഇപ്പം അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.